അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടില്ലേ, ഞാൻ വ്യാഴാഴ്ച അന്ന് എൻ്റെ അമ്മായിൻ്റെ വീട്ടിൽ പോവുകയാണെന്ന്. അതായത് എൻ്റെ ഉപ്പാൻ്റെ പെങ്ങളെ മോൻ്റെ കല്യാണമാണ് ഈ വരുന്ന ഞായറാഴ്ച, അതായത് ഡിസംബർ 21-ന്. അപ്പോൾ ഞാൻ കല്യാണത്തിനൊന്നും പോകുന്നില്ല, കല്യാണത്തിന് മുന്നേ ജസ്റ്റ് ഒന്ന് പോയിട്ട് വരാമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ പോകാൻ ഉള്ള ഒരുക്കത്തിലെ കാക്കയൊന്നും ഉണ്ടാണ്ടിരിക്കും. നാണ് കാക്ക പ്ലീസ്. അപ്പോൾ ഞാൻ അന്ന് വാങ്ങിച്ചിട്ടുള്ള ഡ്രസ്സാണിത്. അപ്പോൾ ഞാൻ ആ ഡ്രസ്സാണ് ഇട്ടത്. ഇപ്പോൾ അകത്തുനിന്ന് സൗണ്ട് കേൾക്കുന്നത് വേറെ ആരുമില്ല, ഞാനിങ്ങനെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. സുമ്മൻ്റെ താത്ത വന്നിട്ടുണ്ട്, അതായത് മൂത്തമ്മ വന്നിട്ടുണ്ട്. അപ്പോൾ മൂത്തമ്മ ഉണ്ട്. അപ്പോൾ മൂത്തമ്മ ഇമ്മി സംസാരിക്കുകയാണ്. അപ്പോൾ 4:15 വരാമെന്ന് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ആയിട്ടില്ല. അപ്പോൾ അസറൊക്കെ നിസ്കരിച്ചിട്ട് പോകാട്ടോ, അതാണ് നല്ലത്. അപ്പോഴത്തേക്കും 3:45 ബാങ്ക്. അപ്പോൾ ഏതായാലും നന്നായി. എനിക്ക് സ്കൂൾ കുട്ടികളെ എക്സാം അല്ലേ, അപ്പോൾ അതൊക്കെ ഇറക്കിയിട്ട് വരുമ്പോൾ എന്നോട് പറഞ്ഞിട്ടുണ്ട് 4 ഞാൻ പറഞ്ഞപ്പോൾ 4:15 ആകും. അപ്പോഴത്തേക്കും ഈ റെഡി ആയിട്ട് നിന്നോ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാൻ എന്താ പറയുക, അപ്പോൾ ജസ്റ്റ് ഒന്ന് ഇൻട്രോ എടുത്ത് വെക്കുകയാണ് ഞാൻ. ബാക്കിയൊക്കെ ഇൻഷാല്ലാ ഞാൻ വഴിയെ കാണിക്കാം. പറ്റുകയാണെങ്കിൽ എൻ്റെ ചെറിയ അമ്മായിനി വലിയ അമ്മായിയൊക്കെ അവിടെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ എല്ലാ ചെറിയ അമ്മായിൻ്റെ വീട്ടിലൊക്കെ പോകുന്നത്. സ്ഥലം വരുന്നത് പയ്യാനക്കൽ പറയും കേട്ടോ, പയ്യാനക്കലാണ് ആ അമ്മായി ഉള്ളത്. എല്ലാവരും ഇങ്ങനെ തൊട്ടടുത്തടുത്ത് തന്നെയാണ്. ഒരാൾ മാത്തോട്ടം, ഒരാൾ പയ്യാനക്കൽ, ഒരാൾ നടുവട്ടം, അങ്ങനെ ആയിട്ടാണ് ഇപ്പോൾ ഫാമിലി കേട്ടോ. അപ്പോൾ ഞാനങ്ങനെ പോക്കൊന്നും ഇല്ല, എന്നാലിപ്പം എന്താ പറയുക, ഒന്ന് പോവാണ് എന്തായാലും. ഇൻഷാല്ലാ വണ്ടിയൊക്കെ കിട്ടിയതല്ലേ. അപ്പോൾ ഞാൻ വണ്ടി എടുക്കുന്നില്ല, എന്തായാലും ഓട്ടോറിക്ഷയിൽ കയറുന്നില്ല എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ മെയിനായിട്ട് വണ്ടി എടുക്കാത്തത്. അപ്പോൾ എന്താ, ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല. അപ്പോൾ നമുക്ക് വഴിയെ കാണാം. പോകുമ്പോൾ ഞാൻ ജസ്റ്റ് ഇടവഴി നിന്നൊക്കെ എടുക്കാൻ പറ്റുകയാണെങ്കിൽ അതൊക്കെ ഒന്ന് എടുക്കും. അങ്ങനെ തുടർന്ന് കാണാം കേട്ടോ. അപ്പോൾ ആരും മറക്കണ്ട, സ്കിപ്പ് ചെയ്യാതെ എൻ്റെ വീഡിയോ കാണണം. പിന്നെ ഒരുപാട് സന്തോഷം വേറെയുണ്ട്, എനിക്ക് പുതിയ സബ്സ്ക്രൈബേഴ്സിനെ കിട്ടിയിട്ടുണ്ട്. ഞാൻ ഇന്നലെ ഒരു മോട്ടിവേഷൻ വീഡിയോ ഇട്ടപ്പോൾ ഒരുപാട് എനിക്ക് സന്തോഷമായി. ഞാൻ പേരൊന്നും എടുത്ത് പറയുന്നില്ല. അപ്പോൾ എന്നെ ഇഷ്ടപ്പെടുന്നവരൊക്കെ ഉണ്ട് എന്ന് അറിഞ്ഞതിൽ അൽഹംദുലില്ലാഹ് ഒത്തിരി സന്തോഷമായി. എനിക്ക് അത് മതി, അതിൽ കൂടുതലൊന്നും എനിക്ക് വേണ്ട. എന്നെ ഇഷ്ടപ്പെടുന്നുണ്ടല്ലോ, അത് മതി. അപ്പോൾ എന്താ, അപ്പോൾ എല്ലാവരും ഒന്ന് കാണാം എൻ്റെ വീഡിയോ. അപ്പോൾ വഴിയെ കാണാം. അപ്പോൾ ഓട്ടോറിക്ഷ വരുന്നുണ്ട്, നമുക്ക് നമ്മളെ വഴിയിലേക്ക് പോയി നോക്കാം. അപ്പോൾ അപ്പോഴത്തേക്ക് ഡോറൊക്കെ പൂട്ടി വരും. അപ്പോൾ നമുക്ക് നോക്കാം. അപ്പോൾ ഗൈസ്, ഞങ്ങനെ നാളുകൾക്ക് ശേഷമാണ് ഞാനിതാ ഈ ഇടവഴിയിലൂടെ പോകുന്നു ഗൈസ്. മറ്റേ എന്താ പറയുക, കുറേ ആയല്ലോ ഇതിൽ പോയിട്ടില്ലേ. ഞാൻ അമ്മ ഇങ്ങനെ വീട്ടിൽ നിന്ന് വിളിച്ച് പറയുന്നുണ്ട്, നോക്കിപ്പോണം. വേറെ ഒന്നല്ല, നായൻ്റെ കാര്യം തന്നെ പേടി. ക്യാമറ ഷെയ്ക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ ഒന്ന് ക്ഷമിക്കണം ഗൈസ്. ഞാനൊരു കൈ വണ്ടിയുടെ റിമോട്ടും ഒരു കയ്യിൽ മൊബൈൽ ട്രൈപോഡും പിടിച്ചിട്ടാണ് ഞാനിങ്ങനെ പോകുന്നത്. നിങ്ങൾക്ക് ഈ വഴി ഞാനിങ്ങനെ കാണിച്ച് തരാണ്. പഠിച്ചോനെ, എന്നാലും അൽഹംദുലില്ലാ. പിന്നെ മറ്റേ വീൽ ചെയർ ആയിരുന്നെങ്കിൽ ഞങ്ങൾ അയൽവാസികളെ വരെ വിളിക്കണം കേട്ടോ, കാരണം നമുക്ക് ഒറ്റക്കൊന്നും അത് തള്ളാൻ പറ്റില്ല. അപ്പം ഞാൻ കുറേ ആയല്ലോ വഴിക്ക് വന്നിട്ട്, എപ്പോഴും വിചാരിക്കും വീട്ടിൽ നിന്ന് ഒന്ന് ചാടണം. ചാടി ഗൈസ്, ഞാനങ്ങനെ ചാടിയോ ഒന്നല്ല പഠിച്ചോനെ. ഇതാണ് കറക്റ്റ്. ഞാൻ വീണ വഴി ഞങ്ങളോട് പറഞ്ഞില്ലേനോ, ഇതാട്ടോ കറക്റ്റുമ്പോൾ. ദാ ഞാൻ വീണ വഴിയാണ് മക്കളെ. അതാ കാണുന്നത്, സൂം ചെയ്തരേ. ഇതാ ആ പച്ച കാണുന്നതാ, ആ പച്ചപ്പുല്ല്, അവിടാണ് ഞാൻ വീണത്. ഇങ്ങനെ പാട്ടും പാടി പോയിനു. അപ്പോഴാണ് ഞാൻ വീണ് പോയത്. സാരമില്ല, ആരും കണ്ടില്ല. അങ്ങനെ ഞാൻ എഴുന്നേറ്റ്. ഞാനിപ്പോൾ വീഡിയോ എടുത്തപ്പോഴേ ഇതിലേ ഒരാൾ പോയിട്ടോ. അപ്പോൾ നിങ്ങൾ കണ്ടണോ അറിയില്ല ഇതിൽ പെട്ടിട്ടുണ്ടോയെന്ന്. അപ്പോൾ എന്നോട് ചോദിക്കുക വ്ളോഗ് എടുക്കുകയാണോന്ന്. അപ്പം ഞാൻ ഇങ്ങനെ വിചാരിക്കുക, ഞാൻ വ്ളോഗ് എടുക്കുന്നവർക്ക് എങ്ങനെ അറിയാൻ പഠിച്ചോനെ. സ്വല്പം അറിഞ്ഞു നോടിയുണ്ട്. ഇങ്ങോട്ട് പോയി കഴിഞ്ഞാൽ വേറെ വഴി കേട്ടോ, അങ്ങോട്ടാണ് പോകേണ്ടത്. അപ്പോൾ എന്നോട് പറഞ്ഞ് ഇജ്ജ് പുറത്ത് വന്ന് നിൽക്കുന്ന ഒരു സ്ഥലം തന്നെ കേട്ടോ ഇത്. എന്താ പറയുക, അപ്പം ഞാൻ അവനെ വെയിറ്റ് ചെയ്യാണ്. വരുന്നുണ്ട്. ഇതാ ഗൈസ് എൻ്റെ ഓട്ടോറിക്ഷ.
ഇതാ വരുന്ന സാലിഞ്ഞ് ഞാൻ ബാക്കോട്ട് നിൽക്കേണ്ടി വരും. അപ്പം ഞാൻ ബാക്കോട്ട് നിൽക്കുകയാണ്. ഇതാ വരുന്നു അച്ഛൻ നീ എന്നോട് പോകാൻ പറയും, നീ അങ്ങോട്ട് മാറിക്കടി എന്ന് പറയും. സ്ഥിരം ഡയലോഗാണ്. ഇതാണ് സാലി അന്നെ ഞാൻ പറഞ്ഞു. സംഗീതം ആസ്വദിച്ച എനിക്ക് കോപ്പിറൈറ്റ് കിട്ടും. ഞാൻ ഈ ബാക്കോട്ട് നിൽക്കണ്ടേ? ഞാൻ കാലം മുന്നേ അങ്ങോട്ട് എടുത്ത് ചാടി. അങ്ങനെ ഞങ്ങൾ പോയി കുറച്ചൊന്ന് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ കാണുന്നത് എന്താ അറിയോ, ഞാൻ 2 ദിവസം മുന്നേ ഇട്ടില്ലല്ലോ മുളക് മല്ലിയൊക്കെ ഉമ്മ ഉണക്കിയത്. അപ്പോൾ ഉമ്മ വിചാരിച്ച് ഏതായാലും ഞങ്ങൾ പോവല്ലേ, അപ്പോൾ ഇവിടെ ഉമ്മ കൊടുക്കുന്നൊരു സ്ഥലം തന്നെ കേട്ടത്. ഇതൊക്കെ ഞാനിപ്പോഴാണ് കാണുന്നത് കേട്ടോ. ഉമ്മ അവിടെ നിന്ന് വരുന്നതാണിത്. നടന്നിട്ടല്ല, ഓട്ടോറിക്ഷയ്ക്ക് തന്നെ വരികയാണ്. അപ്പോൾ ഉമ്മ വിചാരിച്ച് ഏതായാലും ഇപ്പം ഇങ്ങോട്ട് ഇത് വഴിയാണല്ലോ ഞങ്ങൾ പോകുന്നത്. അപ്പോൾ ആ ഒരു രീതിയിൽ ഉമ്മ അതവിടെ മുളകും മല്ലിയും പൊടിപ്പിക്കാൻ വേണ്ടിയിട്ട് അവിടെ കൊടുത്തിട്ടുള്ളതാണ്. അപ്പം ഞങ്ങളവിടെ വെയിറ്റ് ചെയ്യായിരുന്നു. അങ്ങനെ പിന്നെ ഞങ്ങൾ യാത്ര തിരിച്ചിട്ടോ. ഇതെവിടാന്നൊന്നും ഇപ്പം എനിക്കും കറക്റ്റ് അറിയില്ല. ഉമ്മ ഇങ്ങനെ പറയും, എത്ര പറഞ്ഞാലും എനിക്ക് മനസ്സിലാവില്ലല്ലോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഞങ്ങൾ വീണ്ടും വണ്ടി നിർത്തിയിട്ടോ. ഉമ്മ ഇങ്ങനെ കയറി ഇറങ്ങാത്തതിൻ്റെ പണി. നമുക്ക് കാലുവേദന ഉണ്ട്, പക്ഷെ നോക്കിയിട്ട് കാര്യമില്ലല്ലോ. അപ്പോൾ ഒരു ബേക്കറി വാങ്ങാൻ വേണ്ടിയിട്ട് എന്താ പറയുക ഇറങ്ങിയതാട്ടമ്മ. ഞാൻ ആദ്യമായിട്ട് എങ്ങനത്തെ ബേക്കറിയൊക്കെ കാണുന്നത്. ഗ്രാൻഡ് അതൊക്കെ എനിക്കറിയാം, പക്ഷേ ഇതെനിക്കറിയില്ല. ഇത് സാലി പറഞ്ഞ് നല്ല ബേക്കറിയാണ്, നിങ്ങളിവിടെ ഇറങ്ങിക്കോളിന്ന്. അങ്ങനെയാണ് ഉമ്മ ഈ ബേക്കറിയിൽ ഇറങ്ങി സാധനം വാങ്ങി വരുന്നത്. അങ്ങനെ ഞങ്ങൾ വീണ്ടും യാത്രയൊക്കെ തിരിച്ച് ഞങ്ങളിങ്ങനെ പോയിങ്ങോട്ട് കേട്ടോ. അപ്പോൾ അവിടെ അടയാളം ഉമ്മ പറഞ്ഞിട്ടുള്ളത് ഒരു സിമെൻറ്റിൻ്റെ ഒരു കട ഉണ്ട്, അതിൻ്റെ അടുത്താണ് അമ്മേൻ്റെ, അതിന് ഓപ്പോസിറ്റാണ് അമ്മേൻ്റെ വീട് എന്നാണ്. അപ്പോൾ എന്താ പറയുക, പിന്നെ ബാക്കിയുള്ള ഒരുപാടൊന്നും ഞാൻ അങ്ങോട്ട് എടുത്തിട്ടില്ല കേട്ടോ വീഡിയോസൊന്നും. അപ്പോൾ ഇവരാണ് പാട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ അപ്പോൾ എനിക്കൊരു കോപ്പിറൈറ്റ് വരുമോ എന്നൊരു പേടി. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഓൺ വോയിസ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഏകദേശം ഇല്ല നോക്കണ്ട. ഞാൻ പേരെന്തോന്ന് പറഞ്ഞെടുത്ത് ഞാൻ കേറില്ലടാ. ഒന്ന് ഇങ്ങോട്ടിക്കടാ. ഇതാരത്? എത്രയിലാ പഠിക്കണേ? 10-ലാ? 4 ചാപ്പ. മറ്റേ ആള് എൻ്റെ അപ്പാപ്പാണ് കേട്ടോ. ഞാനോ അപ്പോൾ ഇവിടെയുള്ള കസിൻസിൻ്റെ മക്കളാട്ടോ. ഈ കാരണമൊക്കെ എൻ്റെ അമ്മേൻ്റെ മോനാണ്. ഞാൻ ഇതിൻ്റെ ഇടയിൽ ഓൻ്റെ വ്ളോഗ് ഇട്ടീനു, ഓൻ്റെ ബർത്ത്ഡേ വ്ളോഗ്. അതേപോലെ തന്നെ എന്താ പറയുക, അപ്പോൾ അവിടെ ഇല്ല കേട്ടോ, കസിൻസ് ഇവിടെ ഇല്ല. കസിൻസൊക്കെ ഡ്രസ്സ് എടുക്കാൻ വേണ്ടിയിട്ട് പോയതാണ് മക്കൾക്ക്. അപ്പം ചാപ്പ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ, ചാപ്പൻ്റെ മോനാണ് നേരത്തെ ചോദിച്ചത്. അമ്മായിനെ കണ്ട് ഇതിൻ്റെ എന്താ പറയുക, ഈ മാക്സ് ഇട്ട് നിൽക്കുന്ന ആളാണ് എൻ്റെ അമ്മായി, വലിയ അമ്മായി കേട്ടോ. ഉപ്പാണ് മൂത്തത്, പക്ഷേ അതല്ല, അത് കഴിഞ്ഞിട്ട് അമ്മായി 2 അമ്മായി താഴെ വരുന്നത്, അതിൽ മൂത്ത അമ്മായിയാണത്. പിന്നെ ഈ കണ്ണട വെച്ചിട്ടുള്ളത് ഉപ്പാൻ്റെ അനുജൻ്റെ ഭാര്യയാണ്. അപ്പോൾ എല്ലാവരും ഇതന്നെ പറയുന്നത്, ഈ ഇവിടെ നിൽക്കുകയാണോ? ഞാൻ പറഞ്ഞു ഞാൻ വീഡിയോ എടുക്കുകയാണെന്ന് പറഞ്ഞപ്പോഴാണ് ഓരിങ്ങനെ ചിരിക്കുന്നത് കേട്ടോ. പക്ഷെ പ്രശ്നമൊന്നുമില്ല കേട്ടോ വീഡിയോയിൽ വരാൻ. ആ കാണുന്ന ഇച്ഛ. പിന്നെ അത് കഴിഞ്ഞപ്പോൾ ഞാനിങ്ങനെ പറഞ്ഞു കേട്ടോ. അപ്പോൾ അമ്മായി വെള്ളം തന്നി, ഞാനത് വെള്ളം കുടിച്ച്. അപ്പോൾ ചായ വേണ്ട അമ്മായി, വെള്ളം കഴിച്ചാൽ മതി പറഞ്ഞപ്പോൾ വെള്ളം തന്നിട്ടുണ്ട്. അപ്പോൾ ഞങ്ങളൊക്കെ വെള്ളം കുടിച്ചപ്പോൾ ഉമ്മ അടുത്താണല്ലോ മൂത്തമ്മയൊക്കെ. അപ്പോൾ ഒരു സംസാരിക്കുകയാണ്. അപ്പോൾ ആ ഒരു ഗ്യാപ്പിൽ ചെക്കൻ്റെ റൂമൊന്ന് കാണണമല്ലോ. അപ്പോൾ എനിക്ക് എൻ്റെ കസിന് എടുത്തു തന്നാ കേട്ടോ. അപ്പം എൻ്റെ അടുത്ത് നിന്നില്ലേ ഒച്ചാപ്പൻ്റെ മോന്, ഓനാണ് ഇത് എടുത്തു തന്നത്. അപ്പോൾ ഇതാണ് വരുന്നത് റൂം. ഒരു ബെഡ്റൂമാണ്, അതേപോലെ തന്നെ ബാത്റൂം ഉണ്ട്. പക്ഷേ ബാത്റൂമിൽ ആ ടൈമിൽ ആളുണ്ട് കേട്ടോ, അതുകൊണ്ടും ബാത്റൂം കാണിച്ചില്ല. അതല്ലേ ഞാൻ വന്ന്, ഞാൻ അകത്തേക്ക് കേറിയില്ല. അപ്പൊ ആരാ ഓട്ടർഷാന്നുള്ളത് എനിക്ക് അറിയില്ല. ഞാൻ ചോദിച്ചതാണ് ആരാ വന്നേന്ന്, ആരാ പോണേന്ന്. അപ്പൊ അസ്ലാം പറഞ്ഞു മക്കളോടെ ചെറിയ ആള് വന്നിട്ടുള്ളൂ, മറ്റൊരു പിന്നെ പരീക്ഷ അല്ലേ സ്കൂളില്. അപ്പം പിന്നെ അങ്ങോട്ട് പോയി, വന്നിട്ടില്ല. അങ്ങനെ ഇതാണ് ഗൈസ് എൻ്റെ ബ്രദറ് മണവാളൻ ചെക്കര്. എല്ലാം എവിടെ പോയിരുന്നു? വട്ടക്കിണറ്. പിന്നെ മറക്കണ്ട മറ്റു കാര്യമൊക്കെ.
ഇതാരറിയോ, ഇതിൻ്റെ ചാപ്പൻ്റെ മോളെ കുട്ടിയാട്ടോ. അപ്പം ഞാൻ തന്നെ സത്യം പറയുകയാണെങ്കിൽ എപ്പോഴാട്ടെ കാണുന്നത്. അപ്പോൾ ഞാൻ ഇങ്ങനെ ചോദിക്കുക അവൻ്റെ പേരെന്താണെന്നൊക്കെ. അപ്പോൾ അവൻ പറയണമൊന്നുമില്ല കേട്ടോ. പക്ഷെ കുട്ടികൾക്ക് നമ്മളൊന്നും പരിചയമില്ല കേട്ടോ. ഇതല്ല കേട്ടോ, എൻ്റെ ചാപ്പൻ്റെ ചെറിയ മോനാണ്. അതായത് എൻ്റെ ഏറ്റവും ചെറിയ ചാപ്പൻ്റെ 4ാമത്തെ മോനാണ്. അപ്പം മൂത്തമ്മ അങ്ങനെ വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ അമ്മായി ഈ അമ്മായി ഭയങ്കര ജോളിയാട്ടോ. മറ്റേ അമ്മായി അതിനെ പോലെ ഭയങ്കര കുറവാണ്. അപ്പൊ അമ്മായി അപ്പൊ മൂത്തമ്മ കേറാണ്. അപ്പൊ അമ്മായി അതിൻ്റെ ഇടയിൽ എൻ്റെ കൂടെ വന്നിട്ട് അമ്മായി ഒരു സെൽഫി ഒക്കെ എടുത്തിട്ടോ. ഞാനും അമ്മായി സെൽഫി എടുത്ത് ഞാൻ പറയാം, നമ്മളെ സാബില്ലാത്തൊരു കല്യാണം ആലോചിക്കാൻ പോലും വയ്യ. സാബിന്റെ ഒരു കുറവ് നല്ല ഫോട്ടോ ഉണ്ടെങ്കിൽ ഇന്റെ ഫോണിലേക്ക് വെക്കണം. അങ്ങനെ പിന്നെ മുത്തമ്മക്ക് അവിടെ ഇറങ്ങി ഞാനും ഉമ്മയും അങ്ങനെ പോവാട്ടോ. എന്താ പറയുക, ഞങ്ങളെ വീട്ടിലേക്ക് തിരിക്കുകയാണ്. അങ്ങനെ ഞങ്ങളെ വീട്ടിലേക്ക് എത്താറായിട്ടോ. അപ്പോൾ ഇത് മാങ്കാവ് ആ വളവിലാട്ടോ കറക്റ്റ് നിൽക്കുന്നത്. ഇനി ഇങ്ങോട്ട് കയറണം. ഇങ്ങോട്ട് കയറി കഴിഞ്ഞാൽ ജസ്റ്റ് നേരെ പോയി കാണുന്നതല്ല, നേരെ പോയി കഴിഞ്ഞാൽ ഡ്രൈവിംഗ് സ്കൂൾ കാണാം. അപ്പോൾ ഇവിടുന്നാണ് കറക്റ്റ് മാങ്കാവ് നിന്ന് ഇങ്ങോട്ട് കയറുന്ന റോഡ് കേട്ടോ. അപ്പോൾ ഇവിടെയൊക്കെ ഞാൻ വീൽ ചെയറായിട്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. കുറേ വന്നിട്ടുണ്ടായിരുന്നു ഇതിലൂടെ കൂടെ. തനിച്ചൊന്നല്ല, ഇതിലാണ് എൻ്റെ അമ്മൻ്റെ 2ാമത്തെ ആങ്ങളൻ്റെ വീട്ടിലേക്ക് പോകുന്ന വഴി. ഇതിലെ നേരെ പോകണം കേട്ടോ. അത് ആ സ്കൂട്ടർ പോകണത് അതേപോലെ പോകണം. അപ്പോൾ അമ്മ ഇപ്പോൾ ഇവിടെ നിർത്തിയത് വേറെ ഒന്നുമല്ല. അമ്മ വരുന്ന വഴിക്ക് ചായക്ക് പലഹാരം വാങ്ങാൻ വേണ്ടിയിട്ട് നിർത്തിയതാണ്. ഇവിടെ എല്ലാം ഉണ്ട് കേട്ടോ. ഈ സൈഡിൽ ഇളനീ വിൽക്കുന്നുണ്ട്, ആ സൈഡിൽ അവിടെ ഇരുന്ന് കഴിക്കുന്നവർക്ക് ഇരുന്ന് കഴിക്കാം, വാങ്ങി കൊണ്ട് പോകുന്നവർക്ക് വാങ്ങി പോവാം. അപ്പോൾ അങ്ങനെയൊക്കെ ഉണ്ട്. അപ്പോൾ ഉമ്മ അധികവും ഞങ്ങൾ ഇവിടുന്ന് തന്നെ വാങ്ങിക്കൽ. അപ്പോൾ ഞാൻ ജസ്റ്റ് ഈ ഭാഗത്തേക്ക് നോക്കിയപ്പോൾ ചോദിക്കുകയും അവനോട്. അപ്പോൾ പറഞ്ഞത് ബേക്കറിയാണ്. ഉമ്മ ഇടയ്ക്കൊക്കെ വാങ്ങലുണ്ട് കേട്ടോ ഇവിടുന്ന് സാധനം. പിന്നെ എന്താ പറയുക, അധികവും ഇങ്ങനത്തെ കനങ്ങളൊക്കെ വാങ്ങൽ ഈ സ്ഥലത്ത് നിന്ന് തന്നെയാണ്. അപ്പോൾ ഉമ്മ അങ്ങനെ അവിടെ വെയിറ്റ് ചെയ്യാണ്. അപ്പോൾ ഉമ്മനെ അങ്ങോട്ട് പറഞ്ഞയച്ചതാണ്. അപ്പോൾ ഇവൻ ചോദിക്കുന്നുണ്ട്, ഭയങ്കര തിരക്കായതുകൊണ്ട്. ഈ സമയത്ത് ഭയങ്കര തിരക്കാട്ടോ ഇവിടെ. വൈകുന്നേരങ്ങളായാലാണ് ഒരു 3 മണിക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പം ഭയങ്കര തിരക്കാണ് കേട്ടോ. അല്ലെങ്കിൽ ഈ ഒരു ഏരിയയിൽ ഭയങ്കര തിരക്കാണ്. അതാണ് ഉമ്മ എന്നോട് പറയൽ, ഈ വണ്ടി എടുത്ത് വരണ്ടാന്ന്. നമുക്ക് പേടിയാണ്. ഉമ്മയും ഞാനും തന്നെ പോവും, അല്ലെങ്കിൽ ഇതിലും ഞാനും അങ്ങനെയൊക്കെയാണ് പോയിട്ടുള്ളത്. അപ്പോൾ അതൊക്കെ വാങ്ങി ഞങ്ങളെ വീട്ടിലേക്ക് എത്തിയിട്ടുണ്ട് കേട്ടോ. അവിടുന്ന് ജസ്റ്റ് ഒന്ന് മുന്നോട്ട് വന്നാൽ ഡ്രൈവിംഗ് സ്കൂള്, ആ സ്കൂളിൻ്റെ അടുത്ത് കാണുന്ന വഴിയാണിത്. അപ്പോൾ ഇവിടെയാണ് ഞാൻ വണ്ടി ഇറങ്ങുക. അപ്പോൾ ആദ്യത്തെ പോലെയല്ല, തൊട്ടടുത്തൊരു വീടുണ്ടായിരുന്നു. അപ്പോൾ അത് പൊളിച്ചിട്ട് നന്നാക്കാണ്. അപ്പോൾ ആ നന്നാക്കുന്ന വീട് ഇവിടെ വരെ ആയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ആയിരുന്നു വണ്ടി നിർത്തിയത്. അപ്പോൾ അതിൻ്റെ ഇടയിൽ അയൽവാസി വന്ന് ചോദിച്ചായിരുന്നു ഇങ്ങോട്ട് പോയതാണ്. അപ്പോൾ ഞാൻ ഇങ്ങനെ കുറച്ച് നേരം സംസാരിച്ച്. അപ്പോൾ അവരിങ്ങനെ പറയാം, നമുക്ക് ഇങ്ങനെ പുറത്തേക്ക് ഇറങ്ങിക്കൂടെ, ഞങ്ങളെ വീട്ടിലേക്കൊക്കെ വന്നിടുക എന്നൊക്കെ. അപ്പോൾ ഞാൻ പറഞ്ഞു ഇൻഷാ അല്ലാ വരണ്ട് എന്നൊക്കെ. അപ്പോൾ ഈ വീട് ഇത്രയൊക്കെ ആയല്ലോ വിചാരിച്ച് ഇങ്ങനെയൊക്കെ ആയിട്ടോ, ചെറിയൊരു വീടായിരുന്നു. അപ്പോൾ ഞാൻ എന്താ പറയുക സാരി വീട്ടിലേക്ക് എൻ്റെ വീട്ടിലേക്ക് ഞാൻ തിരിക്കുകയാണ് അവിടുന്ന്. അപ്പോൾ ഗൈസ് ഇതാ ഞാൻ വീണ്ടും ആ ഇടവഴിയിലൂടെ പോകുന്ന ബാങ്ക് കൊടുക്കുന്നുണ്ട് കേട്ടോ ഗൈസ്. അങ്ങനെ ഗൈസ് അൽഹംദുലില്ലാ ഞാൻ എൻ്റെ വീട്ടിലെത്തി. ഉമ്മ ബാക്കിൽ വരുന്നുണ്ട്. അപ്പോൾ ബാങ്ക് കൊടുക്കുകയായിരുന്നു. ഞാനിപ്പോൾ ആ വഴിയിലൂടെ വരുമ്പോൾ അതാണ് ഞാൻ മിണ്ടാതെ നിന്നത്.
അപ്പോൾ ഒരുപാട് സന്തോഷമായി. അപ്പോൾ ഇത്രയൊക്കെയുള്ളൂ ഇന്നത്തെ എൻ്റെ വീഡിയോ. എന്തായാലും വിചാരിച്ച സമയത്ത് തന്നെ എത്താൻ പറ്റി. കാണേണ്ടവരൊക്കെ കണ്ട് അൽഹംദുലില്ലാ. അപ്പം നിങ്ങളാരും എൻ്റെ വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് നിങ്ങളെല്ലാവരും എൻ്റെ വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് കാണണം. ഉമ്മ വരുന്നുണ്ട്. ഉമ്മനെക്കാളും മുമ്പ് ഞാനെത്തി. അപ്പോൾ ഇനി വേഗം പോയിട്ട് ഫ്രഷായി മഗ്‌രിബ് നിസ്കരിക്കട്ടെ. അപ്പോൾ കൂടുതലൊന്നും ഞാൻ പറയുന്നില്ല. ഇൻഷാ അല്ലാഹ് മറ്റൊരു വീഡിയോയുമായി കാണുന്നവരെ അസ്സലാമു അലൈക്കും.